ഹിർസിനെ നേരിടേണ്ടത് ഖനാഅത്ത് കൊണ്ടാണ്. ഖനാഅത്തുള്ള മനുഷ്യന് ഈ ദുനിയാവിൽ വലിയ സന്തോഷമുണ്ടാകും. എപ്പോഴും അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ള കഴിവ്, അതാണ് ഖനാഅത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വാലിഹീങ്ങളുടെ ഒരുപാട് ഗുണങ്ങൾ മേളിച്ച അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് നായ. നായയിൽ നിന്ന് 10 ഗുണപാഠങ്ങൾ ഒരു മുസ്ലിം സ്വീകരിക്കണം. അതൊക്കെ കൂടി ഇവിടെ നാം വിശദീകരിക്കുന്നില്ല. അതിലൊന്നാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവ്. എവിടെയും വിശ്രമിക്കാം. ഏത് ചെറിയ ഭക്ഷണം കിട്ടിയാലും അതുകൊണ്ട് തൃപ്തിപ്പെടും. കുറഞ്ഞ നേരമാണ് ഉറക്കം കിട്ടിയതെങ്കിലും അതുകൊണ്ട് മതിയാക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു സ്വഭാവം, സ്വാലിഹീങ്ങളുടെ ഒരു സ്വഭാവം ആ സൃഷ്ടിയിലുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള നല്ല മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ വളരെയധികം സന്തോഷത്തോടെ അമൽ ചെയ്യാൻ കഴിയും. ഭൗതിക ലോകത്തെ ചിന്തകളും ടെൻഷനും ഇങ്ങനെ മാറി മറിഞ്ഞു വരുമ്പോൾ മനസാന്നിധ്യം കുറയും, ഭക്തി കുറയും, ഫറാഗുൽ ഖൽബ് ലഭിക്കില്ല. ഫറാഗുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ മനസ്സ് നമ്മൾ ചെയ്യുന്ന ആരാധനയിൽ മാത്രം ഇരിക്കുക, വേറെ ശുഗലുകളിൽ നിന്നൊക്കെ ഒഴിവാകുക. ഒരു ഡ്യൂട്ടി എടുക്കുന്ന ആളോട് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ വിശുദ്ധ ഇസ്ലാം പറഞ്ഞു അതയാൾ ഒരു വകുപ്പിൽ എത്തിച്ച് അവസാനിപ്പിക്കണം. മുഴുവനായി തീരുമ്പോഴേക്കൊരു പക്ഷേ നിസ്കാരം സമയം കടന്നുപോകും. അപ്പോൾ ഒരു പോയിന്റിൽ നിർത്തിയിട്ട് അയാൾ നിസ്കരിക്കാൻ വരുമ്പോൾ കുറേ ചിന്തകൾ അയാളെ മനസ്സിൽ നിന്ന് കുറഞ്ഞു. പഠിക്കുന്നൊരു പഠിതാവ്, ക്ലാസ് എടുക്കുന്നൊരു അധ്യാപകൻ ഒരു പോയിന്റിൽ അത് അവസാനിപ്പിച്ച് അയാൾ നിസ്കാരത്തിലേക്കും കാര്യങ്ങളിലേക്കും തിരിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കും ചെയ്യുന്ന കർമ്മങ്ങൾക്ക്. പാതി വഴിയിൽ ഇട്ടേച്ചു പോന്നാൽ അതിൻ്റെ ബാക്കി എന്ത്, മുമ്പെന്ത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ത് എന്നുള്ള ആ പരിശോധനയും പുനരാലോചനയും നമ്മുടെ മനസ്സിലങ്ങനെ തികട്ടി വന്ന് അതങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഭക്ഷണമുണ്ട്, നല്ല വിശപ്പുണ്ട്. അങ്ങനത്തെ ആളോട് നിസ്കാരത്തിലുള്ള ഭക്തി കഴിവിന്റെ പരമാവധി പുലർത്താൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ സ്വലാത്ത ബിഹദ്റതി തുആം. ഭക്ഷണം എത്തിയിട്ടുണ്ട്, കഴിക്കാൻ ആവശ്യവുമുണ്ട്, വിശപ്പുമുണ്ട്, താല്പര്യമുണ്ട്, എന്നാ പിന്നെ അത് കഴിച്ചിട്ടായിക്കോട്ടെ, അപ്പോഴേ നിസ്കാരത്തിനൊരു കമാലിയത്തൊരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ. വലാ വഹുവ യുദാഫിഉൽ ലഖ്ബതാൻ. 2 തരം അശുദ്ധികൾക്ക് അയാളെ ശരീരം ആഗ്രഹിക്കുന്ന സമയത്ത് നിർവഹിക്കാതെ നിസ്കരിക്കരുത്. ആ നിസ്കാരം ഒരു ഭാരം ചുമന്ന, ഖനം ചുമന്നൊരു നിസ്കാരമാണ്. അപ്പോഴും ഹുദൂറുൽ ഖൽബ്, മനസാന്നിധ്യം ലഭിക്കില്ല. ദുനിയാവിന്റെ ഹമ്മ കൊമ്മുകളൊക്കെ ഇല്ലാതിരിക്കാൻ, കുറഞ്ഞു കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഖനാഅത്ത്. ആ തത്വമാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇ ഫഅൻത വമാലികുദ് ദുനിയ സവാഉ. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ നീ കാര്യമായി നിനക്കൊന്നുമില്ല, നിത്യേനയുള്ള വരവ് ചെലവുകൾ അങ്ങനെ ഒപ്പിച്ചു പോകാണ്. നീയും വമാലികുദ് ദുനിയ, നല്ല സമ്പന്നനും സവാഉൻ, 2 പേരും ഒരേ അവസ്ഥയിലാണ്. അയാൾ ഉള്ളത് കൊണ്ട് കുറെ ഉണ്ട് എന്ന സമാധാനമാണ് അയാൾക്ക്. നിനക്ക് ഉള്ളത് ധാരാളമാണ്, തൃപ്തിപ്പെട്ടു, ആ നിലക്കാണ്. ആ ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ ഒരു ഉപദേശമാണ് വലാ തഖ്റബൂ മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ദ.
ഖുർആൻ മുഫസ്സിറുകൾ അവിടെ ചോദിക്കുന്നുണ്ട്, പ്രായമുള്ളവർക്ക് ഹിർസ് കൂടാനുള്ള കാരണം എന്താണ്? ഒരു ചോദ്യം. പ്രായം കൂടുതലുള്ള ആളുകൾക്ക് ഹിർസ് കൂടുതലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താ കാരണം? അതിന് പണ്ഡിതന്മാർ പറയുന്നു, ദുനിയാവിന്റെ പല മേഖലകളും യുവാക്കൾ ആസ്വദിക്കുന്നതിനേക്കാൾ നേരത്തെ അവർ ആസ്വദിച്ചു. പലതിൽ നിന്നും രാജിയാകാനും മുക്തമാകാനും കഴിയാത്ത പരിസ്ഥിതിയിലായി. അപ്പോൾ പിന്നെ അവരെ മനസ്സ് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുകയാണ്. രണ്ട് താല്പര്യക്കാരുടെ താല്പര്യങ്ങൾ അവസാനിക്കുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൻഹൂമാനി ലാ യശ്ബആൻ, രണ്ട് കൊതിയന്മാരുടെ വയറ് നിറയുകയില്ല. മൻഹൂമാനി ലാ യശ്ബആൻ. ഒന്ന് ത്വാലിബുദ്ദുന്യ, ദുന്യാവ് അതിനു വേണ്ടി മാത്രം രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന ആള്, അയാൾക്ക് മതിയായി എന്നൊരിക്കലും പറയില്ല. ലാസ്റ്റ് പോയിന്റ് വരെ അതങ്ങനെ തുടരും. മുഅ്മിനീങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവരുടെ അവസ്ഥ. അങ്ങനെയല്ല ആകേണ്ടതും. ഉള്ളതിൽ അൽഹംദുലില്ലാഹ് എന്ന് പെരുത്തു പറയാനുള്ള ഒരു മനസ്ഥിതി വേണം. അല്ലെങ്കിൽ നമ്മൾ അല്ലാഹു തആലാന്റെ ഖദർ ഖലായിൽ വിശ്വാസം കുറഞ്ഞവരാകും. എനിക്ക് കാര്യമായിട്ടൊന്നും ആയില്ല, ഒന്നും ആയിട്ടില്ല, റബ്ബെന്താ ഇങ്ങനെ, തന്നതൊന്നും ലെവലല്ലല്ലോ, എന്നും ഇങ്ങനെ തന്നെ, കഴിഞ്ഞല്ലോ ഇങ്ങനെ തന്നെ, മുമ്പത്തൊല്ലോ ഇങ്ങനെ തന്നെ, ഞാനെന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു ചിന്തയിൽ നമുക്ക് തന്നതൊന്നും ശരിയായിട്ടില്ല, അപ്പൊ അല്ലാഹു തആലാന്റെ ഖദർ എവിടോ തെറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അയാൾ നമ്മളെപ്പോലെ തന്നെയല്ലേ, പക്ഷെ അയാൾക്ക് എത്രയാ കൊടുത്തത്? അയാൾക്ക് അങ്ങനെ കൊടുക്കാൻ മാത്രം കാര്യമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. നമ്മുടെ വിലയിരുത്തൽ അങ്ങനെയാ പോകുന്നത്. രണ്ടാമത്തെ ഒരു അത്യാഗ്രഹി ത്വാലിബുൽ ഇൽം, വിദ്യ അഭ്യസിക്കുന്ന ആൾക്ക് ആഗ്രഹം തീരൂല. തേടുന്ന ആൾക്ക് തേടാനും മറ്റൊക്കെ ഉള്ള ഉത്സാഹം വേണം കേട്ടോ. എന്നാലേ അത് കിട്ടി അതങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്ക് അയാളെ കോഴ്സ് കഴിയില്ല. കിതാബ് ഓതിയിട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഒരു മേഖലയും അവസാനിപ്പിക്കാൻ കഴിയില്ല. ഒരു സബ്ജക്റ്റും പഠിച്ചു തീർക്കാൻ കഴിയൂല. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ പഠിച്ചു തീർക്കാൻ കഴിയില്ല. ഹദീസുകളുടെ വ്യാഖ്യാനങ്ങൾ പഠിച്ചു തീർക്കാനും പറഞ്ഞു തീർക്കാനും കഴിയില്ല. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔസാഫുകൾ വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. അത് ലാസ്റ്റ് ഘട്ടം വരെ തുടരും. അത് വലിയൊരു സന്തോഷാണ്. മൗത്ത് ഹാദറായ സമയത്തും മസ്അല ചോദിച്ചവരും ചർച്ച ചെയ്തവരൊക്കെ ഉണ്ട് മഹാന്മാരിൽ. നിങ്ങൾ ഈ ടൈമിലാണോ മസ്അല ചോദിക്കുന്നത്? ഈ ടൈമിൽ എനിക്ക് ഏറ്റവും വലിയ ആനന്ദം അതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും സന്തോഷിക്കുന്നതും ഈ അമലാകണം എന്ന് ഞാൻ കരുതി. ലാസ്റ്റ് സമയത്തും ഒരു ഹദീസ് കേൾക്കാൻ, ഒരു മസ്അല കേൾക്കാൻ, ആ മസ്അലയുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ കേൾക്കാൻ, അതെങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദുനിയാവെന്നവർ ഇവിടെ പറയുന്നത്. അത് വലിയൊരു സന്തോഷാണ്. പക്ഷേ ആ ഹിർസ്, ആ അത്യാഗ്രഹം, അത് അരുതാത്ത മേഖലയിലൂടെ പോകുമ്പോൾ നമുക്ക് അപകടങ്ങൾ കൂടുതൽ വരും. കഴിവിന്റെ പരമാവധി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് എപ്പോഴും പഠിപ്പിക്കുന്നത് പോലെ ഉൻദുർ ഇലാ മൻ ഹുവ അസ്ഫലു മിൻക, നീ എപ്പോഴും നോക്കേണ്ടത്, നിരീക്ഷിക്കേണ്ടത്, ഭൗതികമായ രൂപത്തിൽ നീ നോക്കേണ്ടത് ഇലാ മൻ ഹുവ അസ്ഫലു മിൻക, നിന്നേക്കാൾ താഴേക്കിടയുള്ളവരിലേക്ക് നോക്കൂ. ലോകതലത്തിൽ തന്നെ ചിന്തിച്ചോളൂ. ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ വളരെ നിസ്സാരപ്പെടുത്തി കാണാതിരിക്കാൻ ഏറ്റവും നല്ല വഴി അതാണ്. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും അതുപോലെ തന്നെ ആത്മീയോത്കർഷത്തിന്റെയും വിഷയത്തിൽ ഫൗക്കിലേക്ക് നോക്കണം, മുകളിലേക്ക്. അപ്പോഴാണ് നമ്മൾ ചെയ്തതിന്റെ ആകെ തുക ഒന്നും ആയിട്ടില്ല എന്ന് മനസ്സിലാവുക. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് നടക്കുന്നതിന്റെ മുമ്പ്
ഒരുപാട് ആളുകളെ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരം കൊണ്ട് ഖബറടക്കിയിട്ടുണ്ട്. തങ്ങൾ അവർക്ക് നിസ്കരിച്ചിട്ടുണ്ട്. ആ ചരിത്രം ലാസ്റ്റ് ഘട്ടത്തിൽ മഹാനവറുകൾ ഓർമ്മിച്ചതുപോലെ ആ വിഷയത്തിൽ അങ്ങോട്ടാണ് മേലോട്ടാ നോക്കേണ്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ എനിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു രാവും ഒരു പകലും മാത്രം എനിക്ക് കിട്ടിയാൽ ഞാൻ വിജയിക്കുമായിരുന്നു. ബാക്കിയുള്ളൊന്നും വേണ്ട, ഒരു രാത്രിയും ഒരു പകലും. ആരോന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശേഷം അസ്ജഉന്നാസ്, ഏറ്റവും നല്ല ധീരതയുള്ള ആള് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു മിണ്ടരുത്, ഞാനല്ല ധൈര്യവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ ധീരതയുള്ള മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ജീവിതത്തിലെ ഒരു രാത്രിയും ഒരു പകലും എനിക്ക് കിട്ടിയാൽ, എന്റെ ജീവിതം മൊത്തം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ആ ഒരു 2 സംഗതി കിട്ടിയാൽ മതി. സ്വഹാബത്ത് ചോദിച്ചു, ഏതാ രാത്രി ഏതാ പകല്? രാവിനെ സംബന്ധിച്ചു പറഞ്ഞു, വിശുദ്ധ റമളാനിൽ ഞങ്ങളെല്ലാവരും നോമ്പെടുത്ത്, കുറെ ആളുകൾ നോമ്പ് ഫസ്റ്റായിട്ട് തുടങ്ങാണ്. 40 വയസ്സിലും 30 വയസ്സിലൊക്കെ നോമ്പ് തുടങ്ങുമ്പോൾ ഇതുവരെ നോമ്പില്ലാത്തൊരവസ്ഥ എങ്ങനെ ഉണ്ടാകും? നമുക്ക് നോമ്പ് ഒരു പ്രശ്നമില്ലാത്ത 7 വയസ്സിൽ എങ്ങനെ പോകുന്നു, 1, 2, 3, 4, 10 എന്നും പറഞ്ഞു. അത് 10-ാം വയസ്സാകുമ്പോഴേക്കും അൽഹംദുലില്ലാ 25 എണ്ണായി, 12-ാം വയസ്സാകുമ്പോഴേക്കും 30-ആയി, 15-ൽ റെഡിയായി. അങ്ങനെ ചാരുമായിപ്പോയി. ഇത് 30-ൽ 35-ൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഒരു പ്രയാസം എത്ര ഉണ്ടാകും? നോമ്പുകാരായ ഞങ്ങളൊക്കെ ബദറിലേക്ക് നീങ്ങി, നടന്നും വെയിൽ കൊണ്ടും ക്ഷീണിച്ച മുഖങ്ങളാണ്. അവിടെ എത്തിയപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരു പന്തൽ നിർമ്മിച്ചു, ഈ പന്തലിന് ആര് കാവൽ നിൽക്കും? ആരെല്ലാം ഉണ്ട്? ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, ധാരാളം മഹത്തുക്കളുണ്ട്. പക്ഷേ മുന്നോട്ട് നിന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ രാത്രി വല്ലാത്തൊരു രാത്രിയാണ്. അപ്പുറത്ത് ഒന്ന് കൂടുതൽ നടക്കാനുള്ള ദൂരമൊന്നുമില്ല, കുറച്ചപ്പുറത്തെത്തിയിരിക്കുന്നത് സായുധ സംഘമാണ്. എല്ലാ അർത്ഥത്തിലും നല്ല കഴിവും മികവുള്ള ആളുകളാണ്, കുറവൊന്നുമില്ല. നല്ല പടയാളികളുണ്ട് ആ കൂട്ടത്തിൽ, നല്ല കഴിവുറ്റ ആളുകളുണ്ട്. പ്രതിരോധിക്കാനും പഴയകാലത്ത് ചന്തകളിലൊക്കെ ഒരുപാട് തല്ലിന് നേതൃത്വം നൽകിയ വീരന്മാരുണ്ട്. അവരാരും വന്നേക്കാം രാത്രി, പക്ഷെ ആ രാത്രി ഞാൻ നിൽക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് നിന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് പതുക്കെ രാത്രിയുടെ മറവില് ആ പന്തലിന്റെ ചുറ്റും ഇങ്ങനെ നടന്നു നോക്കി. ഒരു ചെറിയ രൂപം കണ്ടപ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു, എന്റെ നേർക്ക് തിരിഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറി, എന്നെ ലക്ഷ്യമാക്കി വരുന്നു, എന്നെ പിടികൂടാൻ ഒരുങ്ങുകയാണെന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അലി ബിൻ അബി ത്വാലിബാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഉറപ്പാ അവരടി കിട്ടിയിട്ടുണ്ടാവും. അത്രയും ശ്രദ്ധയിലാണ്, 4 ഭാഗവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ള സ്വഹാബത്ത് തങ്ങൾ ഉറങ്ങാൻ അനുവാദം കൊടുത്തപ്പോൾ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഉറങ്ങിയിട്ട്. ആ ഒരു രാത്രി അത് വല്ലാത്തൊരു രാത്രിയാണ്, അത് വല്ലാത്ത ധൈര്യത്തിന്റെ ധീരതയുടെ രാത്രിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, പകലേതാ? റബീഉൽ അവ്വൽ 12, ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് വിവരം കിട്ടിയപ്പോഴേക്ക് എന്റെ അവസ്ഥ മാറി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്നോട് വന്ന് വിവരം പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, ആ വിവരം എന്നോട് പറയരുത്. പിന്നെ എന്റെ അവസ്ഥ, എന്റെ സങ്കടകരമായ തങ്ങളോടുള്ള ആ വല്ലാത്ത അനുരാഗത്തിന്റെ പേരിൽ എന്റെ അവസ്ഥ മാറിയിട്ട് ഞാനൊരു ഗഡ്ഗവും എടുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊള്ളുന്ന ആ ഹുജറയുടെ നേരെ അപ്പുറത്ത്
വല്ലാത്ത ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ആളുകൾ എന്നെ കണ്ടിട്ട് പേടിച്ചൊരു ഭാഗത്ത് കൂടി നിൽക്കുന്നു. ആ റൂമിന്റെ ഉള്ളിലേക്ക് വരാൻ പലർക്കും പേടിയാകുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന പേടിയാണ് അവർക്ക്. ഞാൻ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിൽ നിന്ന് വിട വാങ്ങിയിട്ടില്ല. ആ ഒരു വാർത്ത കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ്. എന്റെ ശരീരത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ട് സ്വഹാബത്ത് മുഴുവനും പേടിച്ചു മാറി നിൽക്കുന്നു. ഈ സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വിവരം അറിയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുൻഹിലാണ്, കച്ചവടത്തിലാണ്. കച്ചവടം നിർത്തി വേഗം മഹാനവർകൾ വന്നു. അവിടെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് ഇങ്ങ് കയറുമ്പോ ഞാനൊരു ഭാഗത്തുണ്ട്. സ്വഹാബത്തെല്ലാവരും അപ്പുറത്തുനിന്ന് വീക്ഷിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്ന ഭാഗത്തേക്ക് വന്ന് അവിടുത്തെ മുഖത്ത് നിന്ന് ആ തുണിയങ്ങ് മാറ്റിയിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേർക്ക് നേരെ നോക്കിയിട്ട് പറഞ്ഞു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സമർപ്പണത്തിന്റെ ഭാഷയും പറഞ്ഞിട്ട്, ഓ നബിയേ, ലാ യജ്മഇല്ലാഹു അലൈക മൗതതൈൻ, രണ്ട് മരണം അല്ലാഹു തങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. അല്ലാഹു നിശ്ചയിച്ച മൗത്ത് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുറഞ്ഞ വിഷയങ്ങളൊക്കെ അവിടെ വെച്ച് സംവദിച്ചു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തു വന്ന് ഉമ്മറപ്പടിയിൽ ഞാൻ നിൽക്കുന്നതിന്റെ നേരെ ഇപ്പുറത്ത് വന്നിട്ട് പറയുന്നത്, മൻ കാന യഅബുദു മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ അത് വെറുതെയാണ്, തങ്ങൾ വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബുദു റബ്ബ മുഹമ്മദിൻ ഫഇന്നഹു ഹുവൽ ഹയ്യുൽ ലദീ ലാ യമൂത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബാകുന്ന അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അതാണ് ശരി. അല്ലാഹു ഹയ്യാണ്, അവന് മൗത്തില്ല. ഇതങ്ങ് പറഞ്ഞിട്ട് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന ആയത്തങ്ങ് ഓതിയിട്ട് വിഷയങ്ങൾ വിശദീകരിച്ചപ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഞാൻ അറിയാതെ ഖഡ്ഗം താഴെ വീണുപോയി. എനിക്കൊരു സ്വബോധം തിരിച്ചു വന്നതുപോലെ സ്വഹാബത്ത് മുഴുവനും പടിപടിയായി വീട്ടിലേക്ക് കയറി വരുന്നു. അന്ന് എന്നെ നിയന്ത്രിച്ചതും അന്ന് എന്റെ എല്ലാ വിഷയങ്ങളും മാറ്റിയിട്ട് സ്വഹാബത്തിന് ധൈര്യം നൽകിയതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആ ഒരു പകലിൽ അവിടെ നിന്ന് കാണിച്ച ധീരത വല്ലാത്ത ധീരതയാണ്. ഈ ഒരു പകലും ഈ ഒരു രാവും എന്റെ ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ അതെന്റെ ജീവിതകാലം മൊത്തം കൊടുക്കുന്നതിനേക്കാളും മൊത്തമുള്ളതിനേക്കാളും വലിയ ഖൈറാണ്. അവരെങ്ങനെ പറഞ്ഞുവെങ്കിൽ നേരത്തായോട്ടുള്ള മഹാന്മാരൊക്കെ അങ്ങനെയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ജീവിതത്തെ നോക്കിയിട്ട്, ഉസ്താദിന്റെ ഒരു രാത്രിയാണ് മക്കളെ എന്റെ ജീവിതകാലം മൊത്തം ഉള്ളതിനേക്കാളും ഖൈറെന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാനിത് പറഞ്ഞത് അങ്ങനെ എല്ലാ മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ദീനിന്റെ വിഷയത്തിൽ, അമലിന്റെ വിഷയത്തിൽ, ആത്മീയ അനുഭവങ്ങളുടെ വിഷയത്തിൽ മുകളിലേക്ക് നോക്കണം, മുകളിലേക്ക് നോക്കണം. ദുനിയാവിന്റെ വിഷയത്തിൽ താഴേക്കിടയിലേക്ക് നോക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരവസ്ഥയുണ്ട്, അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ധാരാളം പ്രചോദനം നൽകും. ഹിർസ് കുറക്കാനുള്ളൊരു മാർഗം അതാണ്.